ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. സങ്കേതമെന്നാൽ നാം ക്ഷീണിക്കുമ്പോൾ, ഭീഷണി നേരിടുമ്പോൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനുള്ള ഇടം. ബലമെന്നാൽ തകർച്ചയുടെ ചില അവസ്ഥകളിൽ നാം അകപ്പെടുമ്പോൾ അതിൽ നിന്നും പുറത്തിറങ്ങുവാൻ കഴിയാനാവാത്ത സാഹചര്യങ്ങളിൽ അതിൽ നിന്നും പുറത്തിറങ്ങുവാനുള്ള ബലം ദൈവം തരും എന്നാണർത്ഥം. അതേസമയം ആ ദൈവം കഷ്ടങ്ങളിൽ നമ്മുടെ അടുത്ത തുണയാണ്. കഷ്ടങ്ങളിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കഷ്ടങ്ങൾക്കുള്ളിൽ ദൈവം തൻ്റെ വിശുദ്ധ സാന്നിധ്യം നമുക്ക് നൽകുന്നു. ചില കഷ്ടങ്ങൾ നാളുകൾ നീണ്ടു നിൽക്കുന്നവയാണ്. എന്നാൽ തീച്ചൂളയിൽ 3 ബാലകന്മാർക്കൊപ്പം 4-മനെ പോലെ ദൈവം നമ്മുടെ പരിചാരകനായി ഒപ്പമുണ്ട്. നാം പലപ്പോഴും ചോദിക്കാറുണ്ട്, കഷ്ടങ്ങളിൽ ദൈവമേ നീ എവിടെയാണെന്ന്. ഉത്തരം ഒന്നേയുള്ളൂ, ദൈവം നിന്നോട് സംസാരിക്കുന്നില്ലായിരിക്കാം, എന്നാൽ മൗനമായി നിന്റെ ചാരത്തുണ്ട്. ചൂളക്കരികിൽ കുശവനിരുന്ന് കേടായ പാത്രത്തെ അനുഗ്രഹത്തിൻ്റെ പാത്രമാക്കി പണിയുന്നത് പോലെ നിന്നെ നന്നായി പണിതെടുക്കുവാൻ അവൻ നിശബ്ദനായി നിന്റെ ചാരത്തു തന്നെയുണ്ട്. തീയുടെ ചൂട് 7 മടങ്ങായി കൂടിയാലും ആ തീയുടെ അനുഭവം കെട്ടുപോകാതെ ചില ദിവസത്തേക്ക് നിന്നാലും ഒരു മുടി പോലും കരിഞ്ഞു പോകാതെ ആ ദൈവം നിന്നെ സൂക്ഷിക്കും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിവേകിയായ കർഷകൻ മഴവെള്ളത്തെ ഉചിതമായ സ്ഥലത്തേക്ക് തിരിച്ചു വിടുന്നത് പോലെ വിവേകിയായ ആത്മീയ മനുഷ്യൻ തൻ്റെ വേദനകളെ ഉചിതമായ ആത്മീയ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്നു. അതിനാൽ നാം പതറരുത്. ദൈവകരങ്ങളിൽ ഉടയുന്ന ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ തന്നെ അവൻ പണിയും. 1 പത്രോസ് 2:19. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.